സംസ്ഥാനത്ത് നാളെ കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ അർദ്ധസത്യങ്ങളെന്നും ജനങ്ങൾ നൽകുക 0 മാർക്കെന്നും രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലെന്ന് BJP. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്ന് VD സതീശൻ. കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് വിവാദ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PK കൃഷ്ണദാസ്. CS സുജാതയ്ക്കെതിരായി G സുധാകരന്റെ പരാമർശം വിവാദത്തിൽ. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ എന്നും നായരെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നതെന്നും G സുധാകരൻ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. ഫാത്തിമ തഹ്ലിയയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടരുന്നു. പേരാമ്പ്രയിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ സന്ദീപ് വാര്യർക്ക് നേരെ SFI ആക്രമണം. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്ന പദ്ധതിയെന്ന് കോടതി. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാൻ നിർദ്ദേശം. വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ. താൽക്കാലിക വെടിനിർത്തൽ വേണ്ടെന്ന നിലപാടറിയിച്ചു. ആക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടന്നു. 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ നാളെ മുതൽ വാദം കേൾക്കൽ. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന വാദത്തിലെ കോടതി പരാമർശങ്ങൾ നിർണായകം. നാസയുടെ ആർട്ടിമിസ് 2 ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പ്രവേശിച്ചു. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയവർ എന്ന ഖ്യാതി ദൗത്യത്തിലെ 4 അംഗ സംഘത്തിന് സ്വന്തം. IPL-ൽ കൊൽക്കത്ത പഞ്ചാബ് മത്സരം മഴ മൂലം വൈകുന്നു. കൊൽക്കത്തയ്ക്ക് 2 വിക്കറ്റ് നഷ്ടം.